അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കാതെ ഇനി ഒരിക്കലും അനന്തപുരിയിലേക്ക് നയനയെ തിരികെ അയക്കില്ല എന്നുള്ള ഗോവിന്ദന്റെയും കനകയുടെയും പിടിവാശിയുടെ മുൻപിൽ അടിപതറിപ്പോയ ദേവയാനി ഒടുവിൽ കീഴടങ്ങുകയാണ്. അങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങിയ ദേവയാനി നയനയുമായി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്നു. പക്ഷെ നയന മടങ്ങിയെത്തിയതോടെ അനന്തപുരിയിൽ ഒരു പുതിയ കോളിളക്കം ആരംഭിക്കുകയാണ്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നയന അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആദർശിന്റെ മനസ്സിൽ ന്യായമായ ചില സംശയങ്ങൾ ഉദിക്കുവാൻ തുടങ്ങി. ആദർശിന്റെ മനസ്സ് പറയുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, അവൾ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് പരസ്പരം പിരിഞ്ഞിരിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലാണ് ഞങ്ങളായിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് എൻ്റെ ഭാര്യയെ എനിക്കൊപ്പം വിടണം എന്ന് പറഞ്ഞിട്ട് അവളുടെ മാതാപിതാക്കൾ ആ വാക്കിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല. എനിക്കൊപ്പം അവളെ വിടുവാൻ തയ്യാറായില്ല. നയന എനിക്കൊപ്പം സ്വമേധയാ വരുവാനും താല്പര്യപ്പെട്ടില്ല. എന്നാൽ അവളെ ഏറ്റവും അധികം വെറുക്കുന്നു എന്ന് പറയുന്ന എൻ്റെ അമ്മ അവിടേക്ക് ചെന്നപ്പോൾ അമ്മയ്ക്കൊപ്പം അവളെ അവർ മടക്കി അയക്കാൻ തയ്യാറായി. സത്യത്തിൽ നയനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതിഷേധം എന്നോടായിരുന്നില്ല, അമ്മയോടായിരുന്നു. അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ ഇനി ഒരിക്കലും അനന്തപുരിയിലേക്ക് നയനയെ വിടില്ല എന്ന് തുറന്നടിച്ചു പറഞ്ഞവർ എന്തുകൊണ്ടാണ് അമ്മ അവിടെ ചെന്നപ്പോൾ ആ തീരുമാനം മാറ്റിയത്? അമ്മയുടെ മുമ്പിൽ അവർ ഭയന്നിട്ടാണോ? അങ്ങനെയാകാൻ വഴിയില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചത്? നയന പറഞ്ഞതുപോലെ അമ്മ അവിടെ ചെന്ന് അവരുടെ മുൻപിൽ തുടർന്നുള്ള കാലം മരുമകളെ സ്നേഹിച്ചു കൊള്ളാം എന്ന് വാക്കുകൊടുത്തത് കൊണ്ടാണോ? അങ്ങനെ അമ്മ അവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. എൻ്റെ ഭാര്യ അമ്മയെക്കൊണ്ട് അവളുടെ കാല് പിടിപ്പിച്ചതാണ്. പക്ഷേ ആരുടെയും മുൻപിൽ ഇതുവരെയും ഒരിക്കലും തല കുനിച്ചിട്ടില്ലാത്ത അമ്മ നയനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ ഇഷ്ടമല്ലാത്ത തൻ്റെ മരുമകൾക്ക് വേണ്ടി തല കുനിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാനും പ്രയാസമാണ്. ഒരു വിധത്തിൽ പോലും ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിൽ മണക്കുന്നുണ്ട്. ഇനി എല്ലാവരും ചേർന്നിട്ട് എന്നെ കബളിപ്പിക്കുകയാണോ? ഒരു കാര്യം പോലും എന്നോട് മറച്ചു വെക്കാത്ത നയന ഇതെന്നോട് മറച്ചു വെക്കുന്നുണ്ട് എന്നെനിക്ക് വിശ്വസിക്കുവാനും കഴിയുന്നില്ല. ഇല്ല, നയന ഒരിക്കലും എന്നെ കബളിപ്പിക്കില്ല. പക്ഷേ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾ വീണ്ടും അവശേഷിക്കുകയാണ്. എന്തായാലും ഇത് കണ്ടെത്തിയേ പറ്റൂ. ഈ ചിന്തകളോടുകൂടി ഉറക്കമുണർന്ന ആദർശ് ഓഫീസിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ നയനയുടെ വീട്ടിലേക്ക് നേരെ പോവുകയാണ്. ആദർശിനെ കണ്ടപ്പോൾ തന്നെ ഗോവിന്ദനും കനകയും വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി വന്നിട്ട്, അല്ല ഇതാര്, ആദർശ് മോനോ? ഓഫീസിൽ പോയില്ലേ രാവിലെ? വാ ചായ കുടിക്കാം, ഇരിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് വളരെ ഗൗരവത്തോടെ, ഇല്ല, ഇരിക്കാൻ എനിക്ക് സമയമില്ല, ഓഫീസിൽ പോകണം, കുറച്ച് നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് ഒരുപക്ഷെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? അപ്പോൾ കനക, ഇല്ലല്ലോ മോനെ, എന്തെങ്കിലും അവിടെ പ്രത്യേകിച്ച് വിശേഷമുണ്ടോ? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, നയനമോളൊന്നും വിളിച്ച് പറഞ്ഞില്ല, എന്തുപറ്റി? അല്ല, വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അമ്മ ഇവിടെ വന്ന് നയനയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വന്നല്ലോ. ഇവിടെ നയനയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ വന്നപ്പോൾ അച്ഛനും അമ്മയും എന്നോട് കട്ടായം പറഞ്ഞു, ഇനി അമ്മായിയമ്മ സ്നേഹിക്കാത്ത മരുമകളെ അനന്തപുരിയിലേക്ക് അയക്കില്ല എന്ന്. ഞാൻ പലയാവർത്തി നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്ത് നോക്കി നയനയ്ക്ക് വേണ്ടി യാചിച്ചു. എൻ്റെ കൂടെ അവളെ വിടുവാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ അല്പം പോലും കാരുണ്യം കാട്ടാത്ത രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. എന്നാൽ അമ്മ എത്തിയപ്പോൾ ഉടൻ തന്നെ അമ്മയ്ക്കൊപ്പം നിങ്ങൾ അവളെ അവിടേക്ക് പറഞ്ഞു വിട്ടു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എൻ്റെ അമ്മ സ്നേഹിക്കാത്ത മരുമകളാണ് നയന. ആ നയനയെ ഇനി ഒരിക്കലും അവിടേക്ക് മടക്കി അയക്കില്ല. ജീവിതകാലം മുഴുവൻ അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ, ഞങ്ങൾ പുലർത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ അച്ഛനും അമ്മയും എൻ്റെ അമ്മ വന്ന് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ തീരുമാനം മാറ്റിയത്? അതിന് കനക മറുപടി പറയുകയാണ്, അത് പിന്നെ ആദർശ് മോൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് അനന്തപുരിയിൽ നയനമോൾ ഇല്ലാത്തത് കൊണ്ട് പലർക്കും വലിയ വിഷമമാണെന്നും വലിയ ശൂന്യതയാണ് അവിടെ പലരും അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും അവർക്ക് മോളെ ഒരു നിമിഷം പോലും കാണാതിരിക്കുവാൻ കഴിയുന്നില്ല. ഒപ്പം ആദർശ് മോന് ഊണും ഉറക്കവുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അധികം മസിൽ പിടിക്കാൻ നിന്നില്ല മോനെ. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെ അങ്ങ് മാറ്റാൻ തയ്യാറായി നയനമോളെ മോൻ്റെ അമ്മയ്ക്കൊപ്പം പറഞ്ഞു വിടുകയും ചെയ്തു. അല്ലമ്മേ, അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നയനയെ തിരികെ വിളിക്കുവാൻ വന്നപ്പോൾ ഞാനും പറഞ്ഞത്? എന്നിട്ട് എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കതൊന്നും മനസ്സിലാകാതിരുന്നത്? ജ്വല്ലറിയുടെ കാര്യവും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യവും എൻ്റെ കാര്യവും എല്ലാം വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടും നിങ്ങളതിന് യാതൊരു വിലയും തന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ വാക്കിന് വില കൽപ്പിച്ചില്ല എന്ന്. പക്ഷേ അമ്മ വന്ന് അത് തന്നെ ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആ വാക്കിന് വില കൊടുത്തു. സത്യത്തിൽ നിങ്ങൾക്ക് എന്നോടായിരുന്നോ പ്രശ്നം, അതോ അമ്മയോടായിരുന്നോ? അമ്മയുടെ നിലപാടുകൾക്കെതിരെയാണല്ലോ നിങ്ങൾ കഠിനമായ തീരുമാനങ്ങൾ എടുത്തത്. എന്നിട്ട് അമ്മ വന്നിട്ട് കൂടെ വരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അമ്മയ്ക്കൊപ്പം അവളെ പറഞ്ഞു വിട്ടു. എനിക്ക് എത്ര ചിന്തിച്ചിട്ടും ഇതൊന്നും പിടികിട്ടുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അയ്യോ മോനെ, അങ്ങനെയൊന്നും അല്ല. മോൻ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ കട്ടായമായി കാര്യങ്ങൾ പറഞ്ഞു എങ്കിൽ പോലും
നയനമോളുടെ വിഷമവും അനന്തപുരിയിലെ കാര്യങ്ങളും ഒക്കെ ഓർത്തപ്പോൾ കൂടുതൽ ബലം പിടിക്കണ്ട എന്ന് ഞാനും ഗോവിന്ദേട്ടനും തീരുമാനിച്ചതാണ്. തന്നെയുമല്ല, മോൻ്റെ അമ്മയുടെ ഇവിടെ വന്നിട്ടുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ ഇനിയും പഴയതുപോലെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പും ഞങ്ങൾക്കുണ്ടായി. എന്തുറപ്പ്? അമ്മ അങ്ങനെ വല്ല ഉറപ്പും തന്നിട്ടാണോ പോയത്? അല്ല മോനെ, എന്തായാലും മോൻ്റെ അമ്മ ഇവിടെ വന്ന് നയനമോളെ വിളിച്ചുകൊണ്ട് പോയതല്ലേ. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മോൻ്റെ അമ്മ ഇവിടേക്ക് വീണ്ടും വരാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇനി അവിടെ നയനമോൾക്കെതിരെ മോൻ്റെ അമ്മ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന്. അപ്പോൾ ആദർശ് വീണ്ടും പറയുകയാണ്, അച്ഛൻ്റെയും അമ്മയുടെയും ഈ സംസാരമൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തൊക്കെയോ എന്നോട് മറച്ചു വെക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഗോവിന്ദൻ, അയ്യോ ആദർശ് മോനെ, മോനോട് ഞങ്ങൾ എന്ത് മറച്ചു വെക്കാനാണ്? മോന് വെറുതെ തോന്നുന്നതാണ്. മോൻ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അകത്തേക്ക് കയറിയിരിക്കെ, ചായ കുടിച്ചിട്ട് പോകാം. എനിക്ക് ചായയൊന്നും വേണ്ട, ഞാൻ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ തന്നെ ഓഫീസിലെത്തേണ്ട സമയം കഴിഞ്ഞു, ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ആദർശ് വേഗം തിരിഞ്ഞു നടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, കനകേ, ആദർശ് മോൻ ആകെ അസ്വസ്ഥനാണ്. നമ്മളോട് അല്പമല്ലാത്ത നീരസം ആ മുഖത്ത് നിഴലിച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ വെട്ടിത്തുറന്നൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് അങ്ങ് പിടിച്ചു നിർത്തിയതാണ്. എന്തായാലും മോൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കനക, അത് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ ഗോവിന്ദേട്ടാ? സാമാന്യ ബോധമുള്ള ആർക്കും തോന്നാവുന്ന സംശയം തന്നെയാണ് ആദർശ് മോനും തോന്നിയിരിക്കുന്നത്. ആദർശ് മോൻ്റെ അമ്മ എന്തിനാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഇതിൽ കൂടെയൊക്കെ ഉണ്ടാകുന്നത്? എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അവർ ആദർശ് മോനോട് തുറന്നു പറഞ്ഞാൽ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആദർശ് മോൻ തന്നെയായിരിക്കും. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് നീറുന്നത് നമ്മളുടെ മോളാണ്. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഇതുവരെ ആരോടും കള്ളം പറഞ്ഞിട്ടില്ലാത്ത, എവിടെയും കാപട്യം നടത്തിയിട്ടില്ലാത്ത നമ്മുടെ മോള് നമ്മുടെ മുൻപിൽ നിരന്തരം കള്ളങ്ങൾ പറയുവാനും അഭിനയിക്കുവാനും തുടങ്ങി. അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ മുൻപിൽ അവൾ കള്ളങ്ങൾ പറയാൻ തുടങ്ങി. ഇതിൻ്റെ എല്ലാം കാരണം ആദർശ് മോൻ്റെ അമ്മയുടെ പിടിവാശി തന്നെയാണ്. തുടർന്ന് കാണുന്നത് അനാമിക തൻ്റെ വീട്ടിൽ നിന്നും അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ്. വേണുവും രേവതിയും പറഞ്ഞതനുസരിച്ച് നയനയും നവ്യയും ഇല്ലാത്ത അനന്തപുരിയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നല്ല രീതിയിൽ മുതലെടുക്കണം എന്ന് ഉറച്ചു തന്നെയാണ് അനാമിക അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്നത്. എന്നാൽ മടങ്ങിയെത്തിയ അനാമിക കണ്ട കാഴ്ച നയന അനന്തപുരിയുടെ വാതിൽക്കൽ നിൽക്കുന്നതാണ്. നയനയുടെ മുഖം കണ്ടതോടുകൂടി അനാമികയാകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. എന്ന് വെച്ചാൽ കാറ്റുപോയ ബലൂണ് പോലെ ആകെ അനാമിക വാടിത്തളർന്നുപോയി. അനാമിക അവിടേക്ക് മടങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ദേവയാനി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ, മോളും മടങ്ങിയെത്തിയോ? ഈ വല്യമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഞാൻ വലിയ വിഷമത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. മോളുടെ വീട്ടിലേക്ക് വന്ന് മോളെ തിരികെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പോലും ചിന്തിച്ചിരിക്കുകയായിരുന്നു വല്യമ്മ. എന്തായാലും മോൾക്ക് തിരിച്ചു വരുവാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ മോളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പിണങ്ങിപ്പോകരുത്. അങ്ങനെ പോകുമ്പോൾ മോളുടെ വില തന്നെയാണ് എല്ലാവരുടെയും മുൻപിൽ ഇടിഞ്ഞു പോകുന്നത്. ആണുങ്ങളുടെ മനഃശാസ്ത്രം മോൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. നമ്മൾ പെണ്ണുങ്ങൾ അവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അവരിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അവർ തിരികെ നമ്മയും സ്നേഹിക്കും. എന്നാൽ നമ്മൾ അവരെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് തോന്നിയാൽ വലിയ വെറുപ്പും പകയും ഒക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുവാൻ തുടങ്ങും. പിന്നീട് അത് നേരെയാക്കാൻ വലിയ ബുദ്ധിമുട്ടുമുണ്ടാവും. അതുകൊണ്ട് ആണുങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള പോംവഴി വഴക്കുണ്ടാക്കുകയും മുഖത്ത് നോക്കി പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. സ്നേഹിക്കണം, സ്നേഹത്തോടു കൂടി അവരെ സമീപിക്കണം. അങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവരൊരിക്കലും മറ്റെവിടെയും പോവില്ല. ദേവയാനിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അനാമികയ്ക്ക് ആകെ കൂടി പെരുവരൽ മുതൽ തരിച്ചു കയറുകയാണ്. ഒന്നാമത് മടങ്ങിയെത്തിയപ്പോൾ നയനയുടെ മുഖം കണ്ടതിലുള്ള ആ വലിയൊരു നടുക്കം, അക്കൂട്ടത്തിൽ ദേവയാനിയുടെ ഉപദേശവും. തുടർന്ന് ദേവയാനി വീണ്ടും ധാര കോരുന്നതുപോലെ അനാമികയെ ഉപദേശിക്കുകയാണ്. മോൾ ഇക്കാര്യത്തിൽ കണ്ടുപഠിക്കേണ്ടത് എൻ്റെ മരുമകൾ നയനയെ തന്നെയാണ്. ഈ വീട്ടിലേക്ക് അവൾ ആദർശിൻ്റെ ഭാര്യയായി കയറി വരുമ്പോൾ ആദർശിന് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. പക്ഷേ അവൾ ആദർശിനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഈ വീട്ടിൽ ഞാൻ ഉൾപ്പെടെ പലരും നിരന്തരം അവളെ കുറ്റപ്പെടുത്തുമ്പോഴും തിരികെ മറുപടികളൊന്നും പറയാതെ അവൾ വളരെ ശാന്തതയും സൗമ്യതയും കൈക്കൊണ്ട് മുൻപോട്ട് നീങ്ങി. ഒടുവിൽ ഈ വീട്ടിൽ അവളെ ആരാണോ ഏറ്റവും അധികം വെറുത്തത് ആ അവൻ തന്നെ അവളില്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന നിലയിലേക്ക് എത്തി. ഇതാണ് മോളെ സ്നേഹത്തിൻ്റെ ശക്തി. അതുകൊണ്ട് എന്തായി? ഇപ്പോൾ അവളുടെ വീട്ടുകാർ ഇനി അവളെ ഇവിടേക്ക് തിരികെ വിടില്ല എന്ന് കട്ടായം പറഞ്ഞിട്ടും അവരുടെ കയ്യിൽ നിന്നും ആദർശിനെ ഓർത്തിട്ട് മാത്രം എനിക്ക് അവളെ പിടിച്ചു പറിച്ചുകൊണ്ട് വീണ്ടും ഇവിടേക്ക് വരേണ്ടി വന്നു. പെട്ടെന്ന് അനാമിക പറയുകയാണ്, വലിയമ്മയോട് അതേക്കുറിച്ച് പറയാൻ തന്നെയാണ് ഞാൻ തുടങ്ങിയത്. വലിയമ്മ എന്ത് പണിയാണ് കാണിച്ചത്? സത്യത്തിൽ ഇവർ രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഇവിടേക്ക് മടങ്ങി വന്നത്. എന്നാൽ ഇവരുടെ മുഖം കണ്ടപ്പോഴേക്കും എൻ്റെ ആ സന്തോഷം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് സങ്കടമായി മാറി. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവളെ ഏറ്റവും അധികം വെറുക്കുന്നു എന്ന് പറഞ്ഞ വലിയമ്മ തന്നെ വീണ്ടും പോയി അവളെ മടക്കി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ
അത് എന്നോട് കാണിച്ച ഒരു വലിയ ചതിയായി മാത്രമാണ് എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ദേവയാനി വീണ്ടും പറയുകയാണ്, മോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. വലിയമ്മ ഒന്ന് കാണാതെ മറ്റൊന്നും ചെയ്യില്ല. ഇന്ന് വിഷുവാണ്. മോൾക്കറിയാമോ, വിഷുവിനോടുള്ള ബന്ധത്തിൽ ഈ ആഴ്ചകളിലൊക്കെ നമ്മുടെ ഷോപ്പുകളിൽ വലിയ ബിസിനസ്സാണ് നടക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ വിഷു മാത്രമല്ല, ഇപ്പോൾ ഡെയിലി നല്ല ബിസിനസ്സുകളിലാണ് എല്ലാ ഷോപ്പുകളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബിസിനസ് മൂർത്തീസ് ജ്വല്ലറിയിൽ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരി ആരാണ്? നയനയാണ്. നയനാസ് കളക്ഷൻ ചോദിച്ചാണ് ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പൊന്മുട്ടയിടുന്ന താറാവാണ് ഇപ്പോൾ നയന. അവളെ ഒറ്റയടിക്ക് കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വലിയ ഭാഗം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റാർക്കും അങ്ങനെ എളുപ്പം കീഴ്പ്പെടുത്തുവാൻ പറ്റാത്തൊരു നിലയിലാണ് നമ്മുടെ ജ്വല്ലറികൾ എല്ലാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോടികളാണ് കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് നയന നമുക്കുണ്ടാക്കി തന്നത്. ഈ കോടികളൊക്കെ നമ്മുടെ കയ്യിലല്ലേ വരുന്നത്? ഈ വീട്ടിലുള്ള എല്ലാവർക്കുമല്ലേ അതിൻ്റെ പ്രയോജനം ലഭിക്കുക? അവൾ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം അവൾക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ 100 ഇരട്ടിയാണ് നമുക്ക് ലാഭമായി ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് കൊച്ചു കൊച്ചു പിണക്കങ്ങളും വിരോധങ്ങളും ഒക്കെ കണ്ടില്ല എന്ന് വെച്ച് അങ്ങ് വിട്ടുകളയുക. നമ്മുടെ മുൻപിൽ നയന ഒരു വലിയ ബിസിനസ് സാധ്യതയാണ് മോളെ. അനന്തപുരിക്ക് അവൾ ഒരു വലിയ അസറ്റാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ അവളെ മുതലെടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഇപ്പോഴും ഞാൻ അന്വേഷണത്തിൽ തന്നെയാണ്. അവളേക്കാൾ നല്ലൊരു ഡിസൈനറെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതോടുകൂടി അവളുടെ സേവനം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കും. പിന്നെ ആദർശിനെയും നയനെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ അടുത്ത പദ്ധതി. എല്ലാം ഞാൻ കരുതി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനുള്ള സമയം വരും. അതുവരെ നമ്മൾ കണ്ണടച്ചു പോയേ പറ്റൂ മോളെ. ഇതൊക്കെ കേട്ടിട്ട് അനാമിക പറയുകയാണ്, അത് പിന്നെ വലിയമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. എങ്കിൽ പോലും അവളെ ഇപ്പോൾ അവളുടെ വീട്ടിൽ പോയി വലിയമ്മ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവളുടെ മുൻപിൽ വലിയമ്മ തോൽവി സമ്മതിക്കുകയായിരുന്നില്ലേ? അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ടീഷനുകൾക്ക് മുമ്പിൽ വലിയമ്മയ്ക്ക് കീഴ്പ്പെടേണ്ടി വന്നില്ലേ? അത് തന്നെ വലിയൊരു അടിയായി പോയില്ലേ വലിയമ്മേ? അല്ല, അമ്മായിയമ്മ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മരുമകളെ ഇനി ഇവിടേക്ക് തിരിച്ചു വിടുകയുള്ളൂ എന്ന് പറഞ്ഞവരുടെ മുൻപിൽ വലിയമ്മ എന്തു പറഞ്ഞിട്ടാണ് അവളെ വിളിച്ചുകൊണ്ട് വന്നത്? അത് പിന്നെ മോളെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുൻപിലുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ തൽക്കാലം അവരുടെ മുൻപിൽ തോൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അവളെ തുടർന്നുള്ള നാളുകളിൽ ഞാൻ സ്നേഹിച്ചോളാമെന്ന്. എൻ്റെ ഉള്ളിൽ അവളോട് സ്നേഹമൊന്നുമില്ല, പക്ഷേ ചില സാഹചര്യങ്ങളിൽ സ്നേഹമുള്ളതായിട്ട് അങ്ങ് അഭിനയിക്കും, അത്ര തന്നെ. തിരികെ വരുന്ന വഴിക്ക് അവളെ ഞാൻ ശരിക്കും കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. പിന്നെ അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഇവിടെ വരുന്ന ആ സമയത്ത് ഒന്ന് അഭിനയിച്ച് കാണിച്ചാൽ മാത്രം മതി. മോളെ, കാര്യം കാണണമെങ്കിൽ കഴുതക്കാലും പിടിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ജീവിതത്തിലെ അനുഭവങ്ങൾ വലിയമ്മയെ വലിയ വലിയ പാഠങ്ങൾ പലതും പഠിപ്പിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഐഡിയ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലാകണം എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും മോളോടും പറയുന്നത്. അനിയുടെ മുമ്പിൽ മുഖം വീർപ്പിച്ചു നിൽക്കാതെ അവനെ സ്നേഹിക്കുകയും അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റുകയും ചെയ്യാൻ ശ്രമിച്ചാൽ മോൾ ആഗ്രഹിക്കുന്നത് എന്തും അവൻ നൽകും. അവൻ പാവമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ് അവൻ്റെ ഉള്ളിലുള്ളത്. അതുപോലുള്ള സ്നേഹം തന്നെയാണ് അവന് തിരികെ കിട്ടുന്നത് എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവൻ എന്തിനും തയ്യാറാകും. അതുകൊണ്ട് മോൾ എങ്ങനെയെങ്കിലും അനിയുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ വന്നാൽ പിന്നെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മോൾക്കിടം പിടിക്കുവാൻ കഴിയും. നയനെ അങ്ങനെയായിരുന്നു. ആദർശിനെ സ്നേഹിച്ച് അവൾ അങ്ങനെ പുറകിന് നടന്നു. അവൻ അവളെ പുറംകാലുകൊണ്ട് തട്ടിയെറിയുമ്പോഴും മറുപടി പറയാതെ അവൾ അവനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഒപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ അവൾ കയ്യിലെടുത്തു. ഞാൻ ചോദിക്കുന്നത്, മോൾക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും കഴിയാത്തതെന്നാണ്. അതുകൊണ്ട് മോളും ശ്രമിച്ചു നോക്ക്, എല്ലാം മോളുടെ വരുതിയിലെത്തും. അങ്ങനെ വന്നാൽ അവൾക്ക് കൊടുത്തതിനേക്കാൾ അധികം സ്വർണവും പണവും ഒക്കെ മോൾക്കും സമ്മാനമായിട്ട് ഈ വീട്ടിലെ പലരും തരും. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് ഇളകുന്നുണ്ട്. എങ്കിലും ഹൃദയത്തിലെ വെറുപ്പ് അതെങ്ങനെ എടുത്തു കളയാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് താൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. തുടർന്ന് അനാമിക അവിടുന്ന് നടന്നു പോകുമ്പോൾ ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട്, ഇവൾ ഒരു കാലത്തും നന്നാവില്ല. പിന്നെ എങ്ങനെയെങ്കിലും അനിയുമായിട്ട് വേർപിരിയാതെ സമാധാനമായി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് മാത്രമാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇല്ലായെങ്കിൽ അധികം താമസിയാതെ രണ്ടെണ്ണവും രണ്ടു വഴിക്ക് പിരിയും. അങ്ങനെ ആയാൽ പിന്നെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മുഖത്ത് എങ്ങനെയാണ് നമ്മൾ നോക്കുക? ദേവയാനിയുടെ അരികിൽ നിന്നും മുകളിലേക്ക് കയറിപ്പോയ അനാമികയെ കണ്ടുകൊണ്ട് ജലജയും ജാനകിയും കൂടി വലിയ സന്തോഷത്തോടെ, ആഹാ, മോളിഞ്ഞ് എത്തി അല്ലേ? മോളിവിടേക്ക് വരുന്നത് ഞങ്ങൾ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരുവാൻ തുടങ്ങിയപ്പോൾ മോൾ ഏട്ടത്തിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. എങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരട്ടെ എന്ന് കരുതി ഞങ്ങൾ ഇവിടെ തന്നെ നിന്നതായിരുന്നു. എന്തായിരുന്നു മോളോട് ഏട്ടത്തി പറഞ്ഞുകൊണ്ടിരുന്നത്? അത് പിന്നെ അമ്മ വലിയമ്മ പറഞ്ഞത് നയനയുടെ കാര്യമായിരുന്നു. വലിയമ്മ നയനയെ തിരികെ വിളിച്ചുകൊണ്ട് വന്നത് അവളോടുള്ള സ്നേഹം നിമിത്തമൊന്നുമല്ല. നമുക്കിപ്പോൾ നല്ല ബിസിനസ് ഉള്ള സമയമാണല്ലോ. ഈ ബിസിനസ് എല്ലാം അവളുടെ ഡിസൈൻ മൂലമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അത് ഇല്ലാതെയായാൽ അതോടുകൂടി മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടവും ബിസിനസ് തകർച്ചയും ഒക്കെ വലുതായിരിക്കും.
അതുകൊണ്ട് അത്ര പെട്ടെന്ന് അവളെ ഒഴിവാക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നാണ് വലിയമ്മ പറഞ്ഞത്. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ പോയി വലിയമ്മ അവളെ തുടർന്നുള്ള കാലം സ്നേഹിച്ചോളാം എന്നുള്ള വാക്കൊക്കെ കൊടുത്തിട്ടാണത്രേ വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ എല്ലാം വലിയമ്മയുടെ അഭിനയമാണ്. വലിയമ്മയ്ക്ക് ഇപ്പോഴും അവളോട് സ്നേഹമൊന്നുമില്ല. അവളെ ഒരു കാര്യത്തിലും വലിയമ്മ അടുപ്പിക്കുകയുമില്ല. ജ്വല്ലറിക്ക് വേണ്ടി ഇവളേക്കാൾ നല്ലൊരു ഡിസൈനറെ കിട്ടിയാൽ ആ സമയത്ത് തന്നെ ഈ അനന്തപുരിയിലെ പൊറുതി അവസാനിപ്പിച്ച് അവളെ മടക്കി അയക്കും എന്നാണ് വലിയമ്മ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ആദർശേട്ടൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും അവളില്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടല്ലോ. അതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടാണ് വല്യമ്മ ഇപ്പോൾ അവളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കേട്ടിട്ട് ജാനകി പറയുന്നുണ്ട്, മോളെ, ഈ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. കണ്ടമാനം സ്വത്തുള്ള വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ഏട്ടത്തി. ഏട്ടത്തിയുടെ സ്വത്ത് തന്നെ ഈ അനന്തപുരിക്കാരുടെ അത്രത്തോളം എത്തും. അങ്ങനെയുള്ള ഏട്ടത്തി ബിസിനസ്സിന് വേണ്ടി അവളെ മടക്കി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ജാനകിയുടെ ഈ മറുപടി കേട്ടിട്ട് അനാമിക വീണ്ടും ഡൗട്ട് അടിച്ച് അങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് ഓഫീസ് കാര്യങ്ങളിലൊന്നും വ്യക്തമായി ശ്രദ്ധിക്കുവാൻ കഴിയാതെ നയനയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന ആദർശിനെയാണ്. ആദർശ് മനസ്സിൽ പറയുന്നുണ്ട്, എന്തൊക്കെയോ അവ്യക്തതകൾ തുടരുന്നുണ്ട്. അമ്മ ഒരിക്കലും അവളെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവരുവാൻ സാധ്യതയില്ല. ഇനി നയനയുടെ അച്ഛനും അമ്മയും പറഞ്ഞതാണ് സത്യമെങ്കിൽ ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ തന്നെ അവളെ അവർക്ക് എൻ്റെ കൂടെ വിടാമായിരുന്നില്ലേ? അവർ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരൊക്കെയോ എന്തൊക്കെയോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. ഇനി ഒരുപക്ഷെ അമ്മയും നയനയും കൂടി ചേർന്ന് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. രണ്ടുപേരെയും അവരറിയാതെ നിരീക്ഷിച്ചേ പറ്റൂ എന്ന് ആദർശ് തീരുമാനിക്കുന്നുണ്ട്. തുടർന്ന് ഓഫീസിൽ നിന്നും മടങ്ങിയെത്തിയ ആദർശ് നയനയെ കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ചെയ്യാതെ ഗൗരവഭാവത്തിൽ നടക്കുന്നത് കണ്ടിട്ട് നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ എന്നോട് പിണക്കമാണോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിന്നോട് എനിക്ക് പിണക്കമാണോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് കള്ളം പറയാനൊന്നും എനിക്ക് പറ്റില്ല നയനെ. നിന്നോട് കുറച്ച് പിണക്കമൊക്കെ എനിക്കുണ്ട്. എന്താ ആദർശേട്ടാ ഈ പറയുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം നിനക്കറിയില്ലേ? പണ്ട് അമ്മ നിന്നോട് പെരുമാറിയിരുന്നത് പോലെയല്ല ഇപ്പോൾ പെരുമാറുന്നത്. ആവശ്യമില്ലാതെ നിന്റെ പിറകിന് നടന്ന അമ്മ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു കലഹമുണ്ടാക്കുവാനും വരുന്നില്ല. അങ്ങനെയുള്ള അമ്മയെ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാലു പിടിപ്പിക്കുവാൻ വേണ്ടി നീ എന്തിനാണ് നിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? അയ്യോ ആദർശേട്ടാ, അങ്ങനെ ഒരു തീരുമാനം എൻ്റേതായിരുന്നില്ലല്ലോ. ആദർശേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ഛനും അമ്മയും പിടിവാശി എടുത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായതല്ലേ. ഞാൻ ആദർശേട്ടനൊപ്പം മടങ്ങി വരുവാനുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും കണിശമായ ചില അഭിപ്രായങ്ങളും നിലപാടുകളും എന്നെ കൂടി ആകെപ്പാടെ ധർമ്മസങ്കടത്തിലാക്കിയതല്ലേ. അത് ആദർശേട്ടൻ കണ്ടുകൊണ്ടല്ലേ പോകുന്നത്. ഞാൻ ആദർശേട്ടനൊപ്പം മടങ്ങി വരുവാൻ തയ്യാറായാൽ അതോടെ ആ കുടുംബത്തോടുള്ള ബന്ധം ഉപേക്ഷിച്ചേ പോകാവൂ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നയനെ, നിന്റെ വീട്ടിലേക്ക് നീ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ നീ സ്വമേധയായി ഇവിടേക്ക് മടങ്ങി വരണമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. ഇവിടെ നിന്ന് വിളി വരുവാൻ വേണ്ടി നീ കാത്തു നിന്നു. ആ സമയത്താണ് അവരിങ്ങനെയുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചത്. അല്ലാതെ നിന്നെ വിളിക്കാൻ വരുന്നതിന് മുമ്പ് അവരൊന്നും പ്ലാൻ ചെയ്തുകൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്. അതൊക്കെ അവർ പറയുന്ന കള്ളങ്ങളാണ്. പക്ഷേ അവരുടെ തീരുമാനത്തിനൊപ്പം നീ കൂടി. അനന്തപുരിയിലേക്ക് ഇനി മടങ്ങി വരുന്നില്ല എന്നുള്ള സാഹചര്യം വന്നാലും നിനക്കൊരു കുഴപ്പവുമില്ല എന്ന് നീയും ചിന്തിച്ചു. നീ ഇപ്പോൾ വലിയ ഡിസൈനറൊക്കെ ആയില്ലേ, അതുകൊണ്ട് അതിൻ്റെ അഹങ്കാരം നിനക്കുണ്ട്. ആദർശേട്ടൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ബോധ്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇനിയെങ്കിലും അമ്മയെ നീ മനസ്സിലാക്കുകയും അമ്മയെ വേദനിപ്പിക്കാതെ മുൻപോട്ട് പോവുകയും ചെയ്യുവാൻ നീ ശ്രദ്ധിക്കണം. ഞാൻ നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് കാണിച്ചാലും അതുണ്ടാവും എന്ന് നീ കരുതരുത്. ഇത് പറഞ്ഞിട്ട് ആദർശ് ഉറങ്ങുവാൻ വേണ്ടി കട്ടിലേക്ക് കയറി കിടക്കുകയാണ്. ഈ സമയത്ത് നിറകണ്ണുകളോടുകൂടി നയന എന്തു മറുപടി പറയണം എന്നറിയാതെ ആദർശിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ രാത്രിയിൽ നയനയ്ക്ക് ഉറക്കം വരുന്നില്ല. സങ്കടം കൊണ്ട് തനിക്ക് സഹിക്കുവാൻ കഴിയാതെയായി ഒടുവിൽ താൻ മുറി വിട്ട് പുറത്തേക്കിറങ്ങി താഴെ ഹാളിലെ സോഫയിൽ വന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഈ സമയത്ത് അടുക്കളയിലെ ജോലികളെല്ലാം പൂർത്തിയാക്കിയിട്ട് ദേവയാനി തൻ്റെ മുറിയിലേക്ക് മടങ്ങിപ്പോകുവാൻ വേണ്ടി എത്തുകയാണ്. നയനെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന്, എന്താ മോളെന്തിനാ രാത്രിയിൽ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? മോൾക്ക് ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നയനയുടെ അടുത്തേക്ക് ദേവയാനി എത്തുന്നുണ്ട്. മൗനമായിരിക്കുന്ന നയനയെ കണ്ടുകൊണ്ട് വീണ്ടും ദേവയാനി ചോദിക്കുകയാണ്, അല്ല, മോളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ആദർശ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറ്റിയേ? അമ്മേ, ആദർശേട്ടൻ എന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ല. വല്ലാതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്നെ കുറ്റപ്പെടുത്തി കുറേയൊക്കെ സംസാരിച്ചു. ഞാൻ അമ്മയെ സങ്കടപ്പെടുത്തി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിക്കുവാൻ വേണ്ടി അമ്മയെ അവിടേക്ക് വിളിച്ചു വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് വഴക്ക് കൂടിയത്. മോളെ, അവൻ്റെ സ്വഭാവം മോൾക്കറിയാവുന്നതല്ലേ. അവൻ്റെ പിണക്കങ്ങൾക്കൊക്കെ മിനിറ്റുകളുടെ ദൈർഘ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ പെട്ടെന്നങ്ങ് മാറുമെന്നേ. ഇതൊന്നും കാര്യമാക്കണ്ട. പിന്നെ തൽക്കാലം ചിലതൊക്കെ നമ്മൾ മറച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണ് എന്നറിഞ്ഞാൽ ഈ വീട്ടിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും ആദർശ് തന്നെയായിരിക്കും.
അവൻ എന്നോട് വലിയ സ്നേഹമാണ്. എൻ്റെ മുഖം വാടുന്നതോ എൻ്റെ കണ്ണ് നിറയുന്നതോ എൻ്റെ തല എവിടെയെങ്കിലും കുനിയുന്നതോ അവന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അത്രമാത്രം സ്നേഹിച്ചാണ് ഞാൻ അവനെ വളർത്തിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജയേട്ടന് ഒരു പെൺകുഞ്ഞിനെ കൂടി വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആദർശിനു വേണ്ടി അത് വേണ്ട എന്ന് തീരുമാനിച്ചത് ഞാനാണ്. അതുകൊണ്ട് മുഴുവൻ സ്നേഹവും അവന് തന്നെ കൊടുത്തിട്ടാണ് ഞാൻ അവനെ വളർത്തിയത്. അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും വിഷമിക്കുന്നത് അവന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്. അതുകൊണ്ട് മോൾ അതിൽ അത്ര സങ്കടപ്പെടണ്ട, ഒക്കെ ശരിയാവും. അമ്മേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സങ്കടമുണ്ടാവില്ല. പക്ഷേ ആദർശേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ വിഷമിക്കണ്ട മോളെ എന്ന് പറഞ്ഞ് ദേവയാനി തൻ്റെ ഇരു കൈകൾ കൊണ്ടും നയനയെ പിടിച്ച് തൻ്റെ മടിയിലേക്ക് കിടത്തിയിട്ട് സാവധാനം നയനയുടെ കവിളിൽ നിന്നും കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റുകയാണ്. എന്നാൽ ഈ സമയത്ത് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ നയന മടങ്ങി വരുവാൻ താമസിക്കുന്നത് കൊണ്ട് നയനയെ അന്വേഷിച്ച് ആദർശ് പുറത്തേക്ക് ഇറങ്ങുന്നു. താൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ദേവയാനിയുടെ മടിയിൽ തലവെച്ച് നയന കിടക്കുന്ന കാഴ്ച കണ്ട് ആദർശ് ഞെട്ടുകയാണ്. അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് ആദർശിന് കേൾക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ എന്തൊക്കെയോ പരസ്പരം അവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് കേൾക്കുവാൻ വേണ്ടി വളരെ സാവധാനത്തിൽ ആദർശ് കുറച്ചുകൂടി മുൻപോട്ട് നീങ്ങി നിൽക്കുമ്പോൾ ദേവയാനി നയനയോട് പറയുകയാണ്, മോള് വിഷമിക്കണ്ട. ആദർശിന് മോളോട് അങ്ങനെ ഒരു പിണക്കമുണ്ടെങ്കിൽ ഞാൻ തന്നെ അവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാം. അതിൻ്റെ പേരിൽ ഇനി അവൻ പിണങ്ങി നടക്കണ്ട. ഇത്രയും കേട്ടപ്പോൾ ആദർശ് വല്ലാതെ ഒന്ന് അമ്പരക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, അത് ശരി, അപ്പോൾ അമ്മയും നയനയും ചേർന്ന് ഇത്രയും നാളും എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? അമ്മായിയമ്മയും മരുമകളും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. പക്ഷെ രണ്ടുപേരും കൂടി ചേർന്ന് ഈ വീട്ടിലെല്ലാവരെയും പൊട്ടം കളിപ്പിച്ചു. പക്ഷെ നയനയ്ക്കെങ്കിലും എന്നോട് എല്ലാം തുറന്നു പറയാമായിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ എൻ്റെ ഭാര്യ അമ്മയ്ക്കൊട്ടും സ്നേഹമില്ല, അമ്മയെല്ലാം അഭിനയിക്കുകയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞ് എന്നെയും കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. അമ്മയും നയനയും തമ്മിൽ സ്നേഹത്തിൽ പോകുന്നത് തന്നെയാണ് എൻ്റെ സന്തോഷം. പക്ഷേ എന്നോട് മറച്ചു വെക്കുവാൻ തക്കവണ്ണമുള്ള കാര്യം എന്തായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നയനയാണ് അമ്മയ്ക്ക് കരൾ കൊടുത്തത് എന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും അമ്മ ഇത്രയധികം നയനയെ സ്നേഹിക്കില്ല. പക്ഷേ അമ്മയത് ആര് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്? അമ്മയോട് ഞാൻ പറയാമെന്ന് പലപ്പോഴും അവളോട് പറഞ്ഞിട്ടും അത് പറയരുത് എന്ന് കട്ടായം പറഞ്ഞെന്നെ വിലക്കിയത് അവൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അമ്മയിൽ നിന്നും അത് മറച്ചു വെക്കുകയും അച്ഛനോടും മുത്തശ്ശനോടുമെല്ലാം അതേക്കുറിച്ച് പറഞ്ഞ് അമ്മയെ അറിയാതിരിക്കുവാൻ ചട്ടം കിട്ടുകയും ചെയ്തു. എന്നിട്ടൊടുവിൽ അവൾ തന്നെ അമ്മയോടത് പറഞ്ഞു. അമ്മയുടെ സ്നേഹം അവൾ മറ്റുള്ളവരാരും അറിയാതെ പിടിച്ചുപറ്റി. സത്യത്തിൽ ഇത് വലിയ ചതിയായിപ്പോയി. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഭാര്യ തന്നെയാണോ നയന? ഇവൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് നയന എന്നോടിതെല്ലാം മറച്ചു വെച്ച് നാടകം കളിച്ചത്? എന്നെ മാത്രമല്ലല്ലോ, മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛനെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും നയന വിഡ്ഢികളാക്കുകയായിരുന്നില്ലേ? എനിക്കിത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല. മനസ്സിൽ ഈ ചിന്തകളെല്ലാം നിറച്ചങ്ങനെ വല്ലാതെ അസ്വസ്ഥനാകുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. ആദർശും നയനയും തമ്മിലുള്ള ബന്ധത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുവാൻ തുടങ്ങിയപ്പോൾ മകൻ വീണ്ടും അകലുവാൻ തുടങ്ങുകയാണോ? ഉദ്വേഗജനകമായ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡുകൾ വരുവാൻ പോകുന്നു. അതേക്കുറിച്ചുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും എത്തും വരേക്കും ബൈ ബൈ.